പ്രായത്തിന്റെ അവശതകളെ മറന്ന മണ്ണിൽ അധ്വാനിച്ച് വിജയഗാഥ രചിക്കുകയാണ് പല്ലാവൂർ പെരിഞ്ചേരിക്കളത്തെ പരമേശ്വരൻ. ഞാറ്റുകളത്തിൽ ഒരു പൂവൽ മാത്രം നെൽകൃഷി ചെയ്ത് ബാക്കി സമയങ്ങളിൽ വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്ത് വരുമാനം കണ്ടെത്തുകയാണ് ഈ കർഷകൻ. വാർദ്ധക്യത്തിലും സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പരമേശ്വരൻ. 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പരമേശ്വരന്റെ വൈവിധ്യമാർന്ന കൃഷി. വെള്ളമുളക്, വെണ്ടയ്ക്ക, മത്തൻ, കുമ്പളം, കോവയ്ക്ക, നാളികേരം തുടങ്ങിയ വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇതിൽ 20 സെന്റ് സ്ഥലത്ത് വെള്ളമുളക് മാത്രമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുളക് കായ്ച്ചു തുടങ്ങിയിരിക്കുകയാണ്. വെള്ളമുളകിന് നിലവിൽ കിലോയ്ക്ക് ഏകദേശം 150 രൂപയാണ് വിപണി വില. വിളവെടുപ്പ് കൂടുതൽ സജീവമാകുന്നതോടെ വരുമാനവും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകൻ. കൃഷിയിടത്തിലെ ഞാറ്റുകണ്ടത്തിൽ ഒരു പൂവൽ മാത്രം നെൽകൃഷി ചെയ്യുകയാണ് പരമേശ്വരന്റെ രീതി. ബാക്കിയുള്ള സമയവും സ്ഥലവും പച്ചക്കറി കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നു. നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ചുള്ള ഈ രീതി ഭൂമിയുടെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സൈക്കിളിൽ മുളക് വിൽപ്പന നടത്തിയായിരുന്നു പരമേശ്വരന്റെ ജീവിതം. കൃഷിയോടുള്ള താൽപര്യവും മണ്ണിനോടുള്ള അടുപ്പവുമാണ് കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ പ്രേരണയായത്. കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പോൾ പരമേശ്വരൻ ജീവിക്കുന്നത്. നെന്മാറ വിത്തനശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന VFPCK അംഗം കൂടിയാണ് പരമേശ്വരൻ. അതുകൊണ്ടുതന്നെ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവിടെയും വിൽപ്പന നടത്തുന്നു. ഇടനിലക്കാരുടെ ആശ്രയം കുറച്ച് കർഷകർക്ക് നേരിട്ട് വിപണിയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും കൃഷിക്ക് പ്രോത്സാഹനമാകുന്നുണ്ട്. സ്വന്തം കൃഷിയിടത്തിൽ നിന്നുള്ള പച്ചക്കറികൾക്ക് വിപണി കണ്ടെത്താനും VFPCK വഴിയുള്ള വിൽപ്പന സഹായിക്കുന്നുണ്ട്. കൃഷിയിൽ പരമേശ്വരന് സഹായിയായി മകൻ മനുവും കൂടെയുണ്ട്. ചെടികളുടെ പരിചരണം, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങിയ ജോലികളിൽ അച്ഛനൊപ്പം മകനും സജീവമാണ്. എൻ്റെ കൃഷിയിൽ സഹായിക്കുന്നതൊക്കെ അച്ഛനാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പച്ചമുളകുണ്ട്, മത്തനുണ്ട്, കുമ്പളമുണ്ട്, പിന്നെ വെണ്ടയുണ്ട്. അപ്പോൾ അതുകൂടാതെ തെങ്ങുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അച്ഛൻ സഹായിക്കുന്നുണ്ട്, കൂടെ വരും. രാവിലെ കായ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെയ്യും. പിന്നെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ നമ്മളത് വിളിച്ച് നമ്മൾ ചെയ്യിപ്പിക്കും, പണി കൂടുതലുണ്ടെങ്കിൽ. ഇതിപ്പോൾ 10 വർഷമാവും തുടങ്ങിയിട്ട്. 10-12 വർഷത്തോളം ആയി കൃഷിയിൽ. ഇതിപ്പോൾ VFPCK നമ്മൾ കൊടുക്കുന്നുണ്ട്. VFPCK നമ്മുടെ നെന്മാറ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ മെമ്പറാണ്. ഫുൾ ടൈം കൃഷി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ടൈലറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയം പിന്നെ രാവിലെ ഈ കായ പറിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ തന്നെ വർക്ക്. അപ്പോൾ അങ്ങോട്ട് പോകും. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ ഒരു 3-4 വർഷം മുമ്പൊക്കെ നല്ല രീതിയിൽ ചെയ്താണ്, പൈസ ഇറക്കിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് കൂടി വരിക. ഈ വന്യജീവി ആക്രമണം ഇപ്രാവശ്യം കൂടുതലാണ്. ഇപ്രാവശ്യം മുളക് വെച്ച് ഈ മുളക് കംപ്ലീറ്റ് കുത്തിയിട്ടുണ്ട്. വെണ്ട അതേപോലെ തന്നെ വെണ്ട കംപ്ലീറ്റ് കുത്തി. അപ്പോൾ അത് കാരണം ഇനി കൃഷി ചെയ്യണമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കൊന്നും കിട്ടില്ല. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്യമൃഗ ശല്യം കാരണം മയിലിൻ്റെ എല്ലാത്തിനും ശല്യമുണ്ട്, മുള്ളൻ്റെ ശല്യമുണ്ട്, പന്നികളുടെ ശല്യമുണ്ട്. പന്നികളെ കൂട്ടത്തോടാണ് വരിക. അപ്പോൾ അത് കാരണം ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ഇപ്പം ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിടത്തിലെ ഓരോ വിളയും കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. വാർദ്ധക്യത്തിന്റെ പടവുകൾ ചവിട്ടുമ്പോഴും സ്വന്തം കൃഷിയിടത്തിൽ അധ്വാനിക്കുന്നതിന് പ്രായം ഒരു തടസ്സമല്ലെന്നാണ് പരമേശ്വരന്റെ നിലപാട്. മണ്ണിൽ പണിയെടുത്ത് വിളവെടുക്കുന്നതിന്റെ സന്തോഷം തന്നെയാണ് കൃഷി തുടരാനുള്ള പ്രധാന പ്രചോദനം. UTV ന്യൂസ്, പാലക്കാട്.